ഹായ്, എസ് വി ഉള്ളയാണ്. നിങ്ങൾ രണ്ട് ചിത്രം കാണിക്കാം. കേരളത്തിലെ സ്വയം പ്രഖ്യാപിത മതേതരരാണ്. അതായത് അവർ സ്വയം അവകാശപ്പെടുന്നു ഞങ്ങൾ മതേതരരാണ്. പക്ഷേ കാഴ്ചക്കാരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിൽ ആദ്യത്തെ ചിത്രം ഇത് നോക്കിയേ. രാജീവ് ചന്ദ്രശേഖരൻ, ജോർജ് കുര്യൻ, ഇപ്പുറത്ത് അബ്ദുള്ളക്കുട്ടി. ഇവർ കേരളത്തിലെ ഒരു സ്വയം പ്രഖ്യാപിത മതേതരരാണ്. ഏതിലെ സംഘിപ്പാളയത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മതേതരം. ഇവർ പറയുകയാണ് ഞങ്ങളാണ് ഈ കേരളത്തിലെ ഏറ്റവും മികച്ച മതേതരം. ഇനി ഒരു ചിത്രം കൂടി കാണിക്കാം. ഇത് നോക്കിയേ. ജമാഅത്ത് ഇസ്ലാമി ചാനലിലെ 3 മതേതരരാണ്. ഒന്ന് പ്രമോദ്, മറ്റൊന്ന് ഈ അടുത്ത കാലത്ത് സംഘി ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലൂടെ വന്ന് ഇപ്പോൾ മീഡിയ വണ്ടിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ജിമ്മി ജെയിംസ്, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹമാണ് മറ്റൊരു മതേതരൻ. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അതിനോടൊപ്പം അഖില ലോക വർഗീയവാദിയായിട്ടുള്ള ദാവൂദ് എപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇരവാദം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ മുസ്ലിം വർഗീയത അല്ലെങ്കിൽ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അഖില ലോക വർഗീയവാദി. ഇവർ സ്വയം പറയുകയാണ് ഞങ്ങളാണ് ഈ നാട്ടിൽ മതേതരത്വം നടപ്പിലാക്കുന്നത്. നമുക്ക് ചിരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഈ നാട്ടിലെ വർഗീയവാദികളുടെ 2 പക്ഷത്തുള്ള നിലനിൽക്കുന്നവരാണ് ഇവർ. ഈ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരാൾ മുസ്ലിം മതവിഭാഗക്കാരെ തെറ്റിക്കുന്നു, മറ്റൊരു 2 വിഭാഗക്കാർ അല്ലെങ്കിൽ മറ്റു വിഭാഗക്കാർ ഹിന്ദു മതക്കാരെ തെറ്റിക്കുന്നു. ഈ 2 വിഭാഗക്കാർ സ്വയം മതേതരരാണെന്ന് പറഞ്ഞാൽ നാട് അംഗീകരിക്കണം. ഇപ്പോൾ കേരള സ്റ്റോറി വിഷയത്തിലൊക്കെ വരുമ്പോൾ ഈ 2 മതേതരർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിനപ്പുറം ഈ മീഡിയ വൺ മതേതരർ ഒരു കേസായിട്ടെങ്കിലും പോയോ? അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ നിൽക്കുന്ന ലീഗ്, അതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നവർ പോയോ? ആകെ ഇടതുപക്ഷത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഇപ്പോൾ അതിന് സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നത്. അതിനും ഇവിടെ ആരേ ഉള്ളൂ? മതേതരർക്ക് ഇതിനൊന്നും യാതൊരു സമയമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്വയം പ്രഖ്യാപിത മതേതരരാണ് ഈ നാടിന്റെ സമാധാന ജീവിതം നശിപ്പിക്കുന്നത്. കാര്യം പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന 2 വിഭാഗക്കാരാണ്. അതിൽ ഒരാൾക്ക് ജനൻ TV ഉണ്ട്, ഒപ്പം പിന്നെ ഏഷ്യാനെറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ചാനലുകളും ഇവർക്കുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ മീഡിയ വൺ ഉണ്ട്, മാധ്യമം പത്രമുണ്ട്. അതിനകത്ത് തന്നെ പലർക്ക് ശമ്പളം കൊടുക്കാതെ ഈ വ്രതശുദ്ധിയുടെ കാലഘട്ടത്തിൽ ഇതേ മതേതരർ കുറേ കുടുംബങ്ങളെ പട്ടിണിയിലാക്കിയ അവസ്ഥയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മതേതരരുടെ കുഴികളിൽ ചെന്ന് വീഴാതിരിക്കുക. ഇവരുടെ ഉദ്ദേശം ഈ നാട്ടിൽ ഒരാൾക്ക് മുസ്ലിം രാഷ്ട്രമാകണം, മറ്റൊരാൾക്ക് ഹിന്ദു രാഷ്ട്രമാകണം. ഇത് രണ്ടുമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഇത്രയും കാലം നമ്മൾ ജീവിച്ചതുപോലെ മതസൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷമാണോ വേണ്ടത്? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ 2 ടീംസിനെ എന്ത് ചെയ്യണം? തുറപ്പയ്ക്ക് അടിച്ച് പുറത്താക്കേണ്ടതുണ്ട്. രണ്ടുപേരും സ്വയം പറയുന്നത് ഞങ്ങൾ മതേതരനാണെന്ന്. ഈ ഞാൻ പറഞ്ഞില്ലേ, സംഘിപ്പാളയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം മതവിഭാഗക്കാർക്കും ക്രിസ്ത്യൻ മതവിഭാഗക്കാർക്കും പ്രത്യേക ഡിമാൻഡാണ്. കാര്യം മുസ്ലിം മതവിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും അബ്ദുള്ളക്കുട്ടിയെയും ഒപ്പം തന്നെ ജോർജ് കുര്യനെയും എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തുന്നത്, അതുപോലെ തന്നെയാണ് മീഡിയ വണ്ണിന്റെ കച്ചവട സ്ഥാപനത്തിനകത്ത് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുസിനും പ്രത്യേക ഒരു മാർക്കറ്റാണ്. കാര്യം അവരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഇവരുടെ ആശയങ്ങൾ ഈ പറയുന്ന മതവിഭാഗക്കാർക്കിടയിലും ഇവർ മഹാന്മാരാണെന്ന് നമുക്ക് പറഞ്ഞു പ്രതിഫലിപ്പിക്കാം. പണത്തിന് വേണ്ടി ഇവരോടൊപ്പം നിന്നു കൊടുക്കുന്ന, ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് നോക്കിയാൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനും സംഘപരിവാർ ചാനലിനകത്ത് പോയി നിന്ന് അദ്ദേഹം മതേതരൻ ചമയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ഇത്തരം ആൾക്കാരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഇത്തരം വർഗീയവാദികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ നാടിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ ഇവർ 2 പേരും ചേർന്നാണ് സിനിമകൾ ഉണ്ടാക്കുന്നത്, മറ്റൊരാൾ അതിൻ്റെ പേരിൽ അടികൂടുന്നു എന്നതിനപ്പുറം മലയാളികൾക്ക് താല്പര്യം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള നിലയ്ക്ക് മതത്തേക്കാൾ ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം, ഈ നാട്ടിൽ മതസൗഹാർദ്ദമാണ് വേണ്ടത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നവർ ഈ പറയുന്ന മാറാലകളെ ഒന്ന് അടിച്ച് പുറത്താക്കാൻ തയ്യാറാകണമെന്നാണ് ഈ 2 ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഈ നാടിനോട് ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്.